ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം, അത് പ്രത്യേകിച്ച് പരീക്ഷ സമയത്ത് അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ജ്ഞാനവും ബുദ്ധിയൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷെ സ്വർഗ്ഗത്തിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ജ്ഞാനം ഒമ്പതാമത്തെ ഒരു ചാപ്റ്റർ നമ്മളെല്ലാവരും വായിക്കുന്നത്. അതിനകത്ത് പറയുന്നത് ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അങ്ങ് തന്നില്ലെങ്കിൽ അങ്ങനെ ഹിതം ആരറിയും. അവിടുത്തെ ഹിതം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന വലിയൊരു പ്രഷ്യസ് ആളാണ് ഈ പരിശുദ്ധാത്മാവെ. ഒരു പുതിയൊരു ഒരു സൃഷ്ടിയായി മാറി കഴിഞ്ഞാൽ നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈശോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം, നമ്മൾ വെറുതെ ഇറങ്ങി നടന്നാൽ മതി. ആൾക്കാർ മാനസാന്തരപ്പെടും. ഈ ഫ്രാൻസിസ് അസീസിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആള് വെറുതെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഈ യുവജനങ്ങളുള്ള വീട്ടിൽ അപ്പന്മാർ വാതിൽ അടച്ചിട്ടിരിക്കും, ഇവരെ പുറത്തേക്ക് വിടാതെ. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ യുവജനങ്ങളെ എല്ലാം ഇട്ടുപേക്ഷിച്ച് ഫ്രാൻസിസ് അസീസിന്റെ പുറകെ പോവുക. ഫ്രാൻസിസ് അസീസ് പ്രീച്ച് ചെയ്തൊന്നും അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത് പറ്റും. ഈ ഒരു വിശുദ്ധർക്ക് മാത്രമല്ല, ഇന്നത് പറ്റും. ഇന്നതിന് സാധ്യതകൾ അനേകം. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഒരു 10 പേര് മതി ഈ ഒരു കേരളം മുഴുവൻ കത്തിക്കാനൊക്കെ. പരിശുദ്ധാത്മാവ് ഒരു നിസ്സാര ഒരാളെ അല്ല. നമ്മൾ എല്ലാ ദിവസവും, ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഡേ തുടങ്ങുന്നതും ഡേ കൊണ്ടുപോകുന്നതും ഡേ അവസാനിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ കൂടെ ആയിരിക്കണം.